ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. അച്ഛനമ്മമാരിൽ നിന്ന് മക്കൾ അകന്ന് താമസിക്കുന്നത് അത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. പലപ്പോഴും അത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് വേദനാജനകമാണ്. പക്ഷേ ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു മാമ്പഴം അല്ലെങ്കിൽ അതിൻ്റെ പഴം താഴെ വീഴുമ്പോൾ എപ്പോഴാണോ വൃക്ഷത്തിൽ നിന്ന് ആ പഴം താഴെ വീഴുന്നത് അത് ആ വൃക്ഷത്തിൽ നിന്ന് വേർപിരിയാണ്. തിരിച്ച് ആ വൃക്ഷത്തിലേക്ക് വരാൻ സാധ്യമല്ല. പക്ഷേ ആ വേർപാടിൻ്റെ വേദന അനുഭവിക്കുമ്പോഴും അതൊരു നല്ല പുതിയ തുടക്കമാണ്. ആ പഴം മറ്റ് ജീവികളുടെ വിശപ്പടക്കും. ആ പഴത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന വിത്ത് അത് വീണ് പുതിയ ചെടി ഉണ്ടാവും. ആ ചെടി വളർന്ന് വലുതായി വീണ്ടും പൂത്ത് കായ്ച്ച് ഇഷ്ടംപോലെ പഴങ്ങൾ നൽകും. അപ്പോൾ ആദ്യത്തെ ആ വേർപാട്, അതിൻ്റെ വേദന അത് അനുഭവിച്ചേ മതിയാവൂ. അതിൻ്റെ ഫലമാണ് തുടർച്ചയായി ഉണ്ടായ എല്ലാ വിജയങ്ങളും അല്ലെങ്കിൽ എല്ലാ സക്സസ്സും. അതുപോലെ തന്നെയാണ് ഏതൊരു പിറവിയും ഒരുപാട് വേദനയിൽ നിന്ന് തന്നെയാണ്. എന്തെല്ലാം വേദനകളും എന്തെല്ലാം അസ്വസ്ഥതകളും സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞി ഭൂമിയിലേക്ക് വരുന്നത്. പുതിയൊരു ജീവൻ, പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. പക്ഷെ ആ വേദനകൾക്ക് ശേഷം ഉണ്ടാകുന്നത് പുതിയൊരു ജീവിതമാണ്, പുതിയൊരു ജീവനാണ്. ആ കുട്ടി വലുതായതിനു ശേഷം ചെടിയിൽ നിന്ന് എങ്ങനെ പഴം പഴുത്തപ്പോൾ താഴെ വീഴുന്നോ അതുപോലെ തന്നെ നമ്മളും വളർന്നു വലുതായി കഴിഞ്ഞാൽ പേരൻസിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് അകന്നിരിക്കേണ്ടത് ആവശ്യമാണ്. എപ്പോഴാണോ നമ്മൾ അവരുടെ കൂടെ തന്നെ താമസിക്കുന്നത്, അപ്പോൾ എന്ത് കാര്യത്തിലും നമ്മുടെ ഒപ്പം തന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കും. അവരെല്ലാത്തിനും ഉത്തരവാദികളായിരിക്കും. എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരായിരിക്കില്ല. ഈവൻ ചിലപ്പോൾ ചിന്തിക്കുക പോലുമില്ല. എന്തെല്ലാം കഴിവുകളും ശക്തികളും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ പുറത്തു വരില്ല. എങ്ങനെ വലിയൊരു വൻമരത്തിൻ്റെ കീഴെ അതിൻ്റെ ചെടികൾ വളർന്നു കഴിഞ്ഞാൽ ആ വൻമരം പോലെ ആ ചെടിക്ക് വളരാൻ കഴിയില്ല. അതുപോലെ തന്നെ പാരൻസിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഉള്ളിലെ ശക്തികളും ഗുണങ്ങളും പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. അച്ഛനമ്മയിൽ നിന്നും മാറി താമസിക്കുക, ദൂരെ പോയി പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും വേറെ എന്ത് കാര്യത്തിനാണെങ്കിലും ശരി, അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയം അത് ആദ്യം നമുക്ക് വീർപ്പ് മുട്ടും. കാരണം എപ്പോഴും പാരൻസിൻ്റെ സ്നേഹവും തലോടലും അവരുടെ ആശ്വാസത്തിനുള്ളിൽ നമ്മൾ ജീവിച്ചിരുന്നു. അവിടെ നകന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന വേർപാട്, അതിൻ്റെ വേദന, ഏകാന്തതയുടെ അസ്വസ്ഥത ഒക്കെ അനുഭവിക്കുമെങ്കിലും പിന്നെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടും. ഒറ്റയ്ക്ക് എപ്പോഴാണോ നിങ്ങൾ കാര്യങ്ങൾ നേരിടുന്നത് അതോടുകൂടി ജീവിതത്തിൽ ഏതൊരു പ്രശ്നത്തിനും ഫേസ് ചെയ്യാനുള്ള നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തേക്ക് ഉണരും. ആ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും തന്നെയാണ് നിങ്ങളുടെ സാഹസികതയെയും നിങ്ങളുടെ ആന്തരിക ശക്തികളെയും കർമ്മത്തേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ പലതും കേവലം ഇൻഫർമേഷൻ മാത്രമായിരിക്കും, അനുഭവത്തിലുണ്ടാവില്ല. പക്ഷെ ഒറ്റയ്ക്ക് നേരിടുന്ന സമയം ഇൻഫർമേഷൻ പലതും അറിവ് അനുഭവമായി മാറുകയും അനുഭവം നിങ്ങളുടെ ശക്തിയായി മാറുകയും ജീവിതത്തിന് സഹായമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ശക്തികളെ ഉണർത്താൻ, നിങ്ങളുടെ കഴിവുകളെ പൂർണ്ണമായി കർമ്മത്തിൽ കൊണ്ടുവരാൻ എപ്പോഴും തണലിൽ നിന്ന് മാറി വെയിലിലേക്ക് മാറി താമസിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സ്വന്തം ശക്തികളെ ഉണർത്തുമ്പോൾ ജീവിതത്തിൽ എന്നും തണൽ അനുഭവിച്ചിരുന്ന നമുക്ക് മറ്റുള്ളവർക്ക് തണൽ നൽകാൻ സാധിക്കും. നിങ്ങൾക്കും ആ ഒരു ശക്തി സ്വീകരിക്കാനും കൊടുക്കാനും സാധിക്കട്ടെ. ഓം ശാന്തി.